വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാനൊരു ഭാഗം ചിന്തിച്ചു, അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. മത്തായി 5:20 ഒന്ന് വായിച്ചാൽ വളരെ നല്ലതായിരിക്കും. സ്തോത്രം. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒന്ന് വായിച്ചാൽ നല്ലതായിരിക്കും. സ്തോത്രം. ഇംഗ്ലീഷോടൊന്ന് വായിച്ചാട്ടെ. രണ്ടാഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ ശാസ്ത്രിയുടെയും പരീശൻ്റെയും നീതിയെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് നമ്മൾ സമയമെടുത്തു. നമ്മൾ വായിച്ച് നിർത്തിയ ഭാഗം അവർ ചെയ്യുന്ന പ്രവൃത്തികളാണ്. എന്തുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം പിന്നെ ഇത് പ്രസംഗിക്കപ്പെടും ചോദിച്ചാൽ, കർത്താവായ യേശുക്രിസ്തുവിനുള്ള സ്നേഹം നമുക്കത് പഠിച്ചു കഴിയുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. സ്തോത്രം. അവരെപ്പറ്റി നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണ്: അവർ ഭിക്ഷ കൊടുക്കുന്നതിൽ വളരെ താല്പര്യമുള്ളവരായിരുന്നു. അവർ ദിവസവും 3 നേരം പ്രാർത്ഥിക്കുന്നവരാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നവരാണ്. സകലത്തിലും ദശാംശം കൊടുക്കുന്നു. അതിനോടൊപ്പം അവർ ദശാംശത്തോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ ഏകദേശം 3 ടൈപ്പ് ദാനം, ടോട്ടൽ 4 ടൈപ്പ് ദാനങ്ങൾ കിട്ടുന്നതിലെല്ലാം ദശാംശം കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ നീതിയെ നമുക്കെങ്ങനെ കവിയാനായിട്ട് പറ്റും? സ്തോത്രം. ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത്, ഈ ഒരു 10-15 വർഷം മുമ്പ് എൻ്റെ വിചാരം എന്ന് പറയുന്നത്, പരീശൻ്റെ നീതിയെ കടന്ന സ്വർഗ്ഗത്തിൽ കിടക്കാമല്ലോ. പരീശൻ 10 കൊടുത്താൽ നമ്മളെത്ര കൊടുക്കണം? 11 കൊടുക്കണം. സ്തോത്രം. അപ്പോൾ 11% കൊടുത്താൽ നമ്മൾ രക്ഷപ്പെടാം എന്നുള്ളതൊക്കെ ഒരു കോൺസെപ്റ്റായിരുന്നു നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നത്. എന്നാൽ കർത്താവ് പഠിപ്പിക്കുന്ന അതൊന്നുമല്ല. സ്തോത്രം. പരീശനും ശാസ്ത്രിക്കും പറ്റിയ അപകടം നമുക്ക് പറ്റരുത്. അതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് അവരെ നോക്കിയിട്ട് കർത്താവ് ഇത്രയൊക്കെ ചെയ്ത അവർക്ക് പറ്റിയ പരാജയം എന്താണെന്ന് മത്തായി 23:23 പറയുന്നൊരു കാര്യം ഒന്ന് വായിച്ചാട്ടെ. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം. അപ്പം ന്യായപ്രമാണത്തിലെ കോറായിട്ടുള്ള കാര്യങ്ങളെ ഉപേക്ഷിച്ചു കളഞ്ഞു. അതവർ ജീവിതത്തിൽ ഒരിക്കലും പ്രാവർത്തികമാക്കിയില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾ നല്ല കാര്യങ്ങളെ ചെയ്യണം, പക്ഷെ ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. രണ്ടും കൂടെ കൊണ്ടുപോകണം. നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. സ്തോത്രം. പണ്ടൊരു ദൈവദാസൻ പറഞ്ഞ പോലെ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്താൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞ ഇങ്ങനെയാണ്: ഒരു മാങ്ങാപ്പഴം നിങ്ങളുടെ കയ്യിൽ തന്നാൽ നമ്മളെന്ത് ചെയ്യും? അതിൻ്റെ പുറത്തുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ ചെത്തി അതിൻ്റെ പഴം നമ്മൾ തിന്നും. പക്ഷെ മാങ്ങാണ്ടി എന്ത് ചെയ്യും? വലിച്ചെറിഞ്ഞ് കളയും. അത് തിന്നാൻ പറ്റുമോ? സ്തോത്രം. മാങ്ങ തിന്നണമെന്ന് പറഞ്ഞ് നമ്മളെ തന്നാൽ മാങ്ങാണ്ടി നമുക്ക് തിന്നാൻ പറ്റത്തില്ല. സ്തോത്രം. മാങ്ങാപ്പഴം തിന്നാൻ പറ്റും. നമുക്ക് പുറമേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. സച്ചിൻ ബാസ് കഴിഞ്ഞ ആഴ്ച ഭാഗം പറഞ്ഞു, ദശാംശം കൊടുക്കാൻ പറ്റും, ഹോള് പണിത് കൊടുക്കാൻ പറ്റും, സ്ഥലം മേടിച്ചു കൊടുക്കാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കോറായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ദൈവം പ്രതീക്ഷിക്കുന്നത്. അത് നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ആണെങ്കിൽ നമ്മൾ എങ്ങനെ നീതീകരിക്കപ്പെടും? നമുക്ക് പരീശൻ കർത്താവ് പറ 23:33 വായിച്ചാട്ടെ. മത്തായി 20:33. അപ്പൊ ഇത്രയൊക്കെ ചെയ്ത് ഈ പരീശനെയും ശാസ്ത്രിയൊക്കെ സർപ്പസന്തതികൾ എന്നാണ് വിളിക്കുന്നത്. അവർ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? സ്തോത്രം. നമ്മളിത് എന്തെങ്കിലും ഇത്രയും പ്രവർത്തികൾ ചെയ്ത് ആരെങ്കിലും ഉണ്ടോ? ലോകത്തൊരു മനുഷ്യനും കർത്താവ് പഠിപ്പിച്ച ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ ഒരു കൽപ്പന ചെയ്ത ഒരു മനുഷ്യൻ ലോകത്തുണ്ടോ? നിന്റെ കണ്ണ് ഇടച്ചു വരുന്നെങ്കിൽ കണ്ണ് ചൂന്ന് കളയുക. ആരെങ്കിലും കണ്ണ് ചൂന്ന് കളഞ്ഞ ആരെങ്കിലും ഉണ്ടോ? നിന്റെ കൈ ഇടച്ചു വരുന്നെങ്കിൽ കൈ വെട്ടിക്കളയുക.
അവയവങ്ങൾ വെട്ടിക്കളയുക, നിന്റെ വസ്തു വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക. ഇങ്ങനെ ഗിരിപ്രഭാഷത്തിൽ പറയുന്ന ഒരു കൽപ്പനകൾ പോലും ചെയ്യുവാൻ നമുക്ക് പ്രാപ്തിയില്ല. സ്തോത്രം. ഒന്നും ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കെ നമുക്ക് എങ്ങനെ ഈ പരീശന്റെയും ശാസ്ത്രിയുടെയും നീതിയെ നമുക്ക് അറിയാനായിട്ട് പറ്റും? നമുക്ക് റോമാലേഖനത്തിലോട്ട് വരുമ്പോൾ യഹൂദനെ നോക്കി പൗലോസ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് റോമാലേഖനം 2-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. ഒരു നിമിഷം നമ്മൾ എന്തുകൊണ്ട് ഇത് പഠിക്കും ചോദിച്ചാൽ, നമുക്ക് ഒരു അടിസ്ഥാനം വേണം. ക്രിസ്തീയ ഒരു അടിസ്ഥാനം നമുക്ക് വേണം. നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്ന നമ്മുടെ കുറെ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പോകാം എന്നുള്ളതാണ്. സ്തോത്രം. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഭാഗം യഹൂദനെ പറ്റി പറയുന്ന ഒരു കാര്യം കൂടെ നമ്മൾ ഇതിനോട് ചേർത്തൊന്ന് വായിച്ചു പോകുന്നത് നല്ലതായിരിക്കും. റോമർ 2:17-23 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാം. നീ ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിന്റെ പൊസിഷൻ. ഈ യഹൂദനാണ്. അടുത്ത വാക്യം, നീ ദൈവത്തിൽ പ്രശംസിക്കുന്നു, ദൈവം നിന്റേതാണ്, വേറെ ആർക്കും നീ വിട്ടുകൊടുക്കുന്നില്ല, നിനക്ക് മാത്രമാണ് സ്വർഗമുള്ളത്, പുറജാതികാർക്ക് ഒരിക്കലും സ്വർഗം അവകാശമാക്കുവാൻ കഴിയുകയില്ല എന്ന് നീ ഉറച്ചു വിശ്വസിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അടുത്ത വാക്യം, എല്ലാ ന്യായപ്രമാണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ പഠിച്ചവരാണ്. അവർ ഉപദേശത്തിൽ അത്ര മോശമൊന്നുമല്ല, വളരെ പെർഫെക്റ്റാണ്. നമ്മളെ ഉപദേശത്തിലൊന്നും അത്ര വലിയ മോശക്കാരൊന്നുമല്ല. അടുത്ത ഭാഗം പറയുന്നു, ആ ഇരുട്ടിലുള്ളവർക്ക് നീ വെളിച്ചം കൊടുക്കുന്നവനാണ്. സ്തോത്രം. വിഡ്ഢികളെ ഒന്നും അറിയാൻ വയ്യാത്ത മൂഢന്മാരെ നീ പഠിപ്പിക്കുന്നവനാണ്. ശിശുക്കൾക്കല്ലെങ്കിൽ ഇതിനകത്ത് ജ്ഞാനമില്ലാത്ത ശിശുസ്റ്റേജിൽ ഇരിക്കുന്നവരെ നീ ഉപദേശിക്കുന്നവനാണ്. അപ്പൊ റോമാലേഖനത്തിൽ പൗലോസ് ദൈവത്തിൻ്റെ നീതിപീഠത്തിൽ കോടതിയിൽ കയറിയിട്ട് ഒരു വാദം നടത്തിയാണ്. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഒരു വാദം. ദൈവത്തിൻ്റെ കോർട്ടിൽ നിന്നുകൊണ്ട് പൗലോസ് പറയുകയാണ്, യഹൂദനെ നോക്കിയിട്ട് പറയുകയാണ്, നീ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ നീ ഇതൊക്കെ ചെയ്യുന്നെങ്കിൽ നീ ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ നീ ചെയ്യുന്നുണ്ടോ? ഈ ഉപദേഷ്ടാവെന്ന് പറയും ടീച്ചിങ് പാസ്റ്റർ ഇച്ചിരി കട്ടിപ്പണിയാണ്. ഏറ്റവും വളരെ ടഫായിട്ടുള്ള ഒരു ഇതാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ടീച്ച് ചെയ്യുന്നവർ അതുപോലെ അതേ വെളിപ്പാടിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ പ്രാപിച്ചവർ തന്നെയായിരിക്കണം. സ്തോത്രം. ഞാൻ വിചാരിക്കുന്നത് എന്നെ ഈ ഒന്നിനും കൊള്ളാത്ത എന്നെയൊക്കെ ദൈവം ഇങ്ങനെ നിർത്തിയതിനെ ഓർത്ത് നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. സ്തോത്രം. നമ്മുടെ പ്രസംഗം ശരിയാണെന്ന് ഒരിക്കലും പറയരുത്, ദൈവം നല്ലവനാണെന്ന് പറയണം. സ്തോത്രം. ദൈവം ഒരു കഴിവില്ലാത്ത ഇവരെയൊക്കെ ഉപയോഗിച്ച് ദൈവത്തിൻ്റെ മഹത്വം, അതെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കിതിനൊന്നും ഒരു യോഗ്യത ഉണ്ടായിട്ടല്ല. നമ്മൾ ഇവരുടെ ഒന്നും അറ്റത്ത് പോലും നമ്മൾ വരാത്തില്ല. അവർ ഒരു പ്രവൃത്തി കൊണ്ട് പോലും നമ്മൾ പരീശൻ്റെയും ശാസ്ത്രിയുടെ അടുത്ത് എത്തിയിട്ടില്ല. നമ്മളൊക്കെ വിചാരിക്കും നമ്മൾ ഇവരെക്കാളൊക്കെ ഭയങ്കര മെച്ചമാണെന്ന്. ഒരിക്കലുമല്ല. ദൈവവചനം പഠിച്ചു കഴിഞ്ഞാൽ പറയുകയാണ്, അന്യനെ ഉപദേശിക്കുന്ന നീ നിന്നെ തന്നെ ഉപദേശിക്കാത്ത എന്ത്? അടുത്ത വാക്യം, മോഷ്ടിക്കരുതെന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നു. ഈ മോഷ്ടിക്കരുതെന്ന് പ്രസംഗിക്കുന്ന നമ്മൾ പോലും ഓഫീസിലെ സാധനങ്ങൾ എടുത്തുകൊണ്ട് വീട്ടിൽ വരുന്ന ആൾക്കാരാണ്. സ്തോത്രം. പണ്ട് ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇത് വായിച്ചപ്പോഴാണ് മാനസാന്തരം വന്നു. എൻ്റെ കാര്യം പറയുമ്പോൾ പ്രശ്നമില്ലല്ലോ. നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ ഈ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ പ്രിൻറ്റും നമ്മൾ അവിടെ നിന്നാണ് എടുക്കുന്നത്. മോഷണമാണ്. സ്തോത്രം. നമ്മൾ പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കരുതെന്ന്. ഈ വചനത്തിൻ്റെ ആഴം മനസ്സിലായപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തു. നീ നിൻ്റെ ഓഫീസിനെ നിൻ്റെ പ്രൈവറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. നീ നിൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കി വേണം അത് ചെയ്യുവാനായിട്ട്.
സ്തോത്രം. അതിനുശേഷം നമ്മൾ വീട്ടിൽ പ്രിൻ്റർ മേടിച്ച് സ്വന്തമായിട്ട് പ്രിൻ്റ് എടുത്തു. നമ്മളിതൊക്കെ പ്രസംഗിക്കുക നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിക്കോണം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ടൊരു സഹോദരിയുടെ സാക്ഷ്യം ഞാൻ കേൾപ്പാനിടയായി തീർന്നു. അവര് ഈ ഒരു ദിവസം ഈ നമ്മളെ ഹോസ്പിറ്റലൊക്കെ ജോലി ചെയ്യുന്നവർ അവിടുന്ന് ഈ മാസ്കും മറ്റു സാധനങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് വരും. കുഞ്ഞുങ്ങൾക്ക് പാമ്പേഴ്സ് ചെയ്യാൻ പാടില്ല, സൗജന്യമായിട്ട് കിട്ടുന്നുണ്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. തമാശ പറയുന്നില്ല, കർത്താവ് ഒരു തമാശയും പറഞ്ഞിട്ടില്ല. നമ്മളെ ഈ തമാശയൊക്കെ പറയുന്നത്, കർത്താവ് എപ്പോഴും വളരെ സീരിയസ് ആയിരുന്നു. അപ്പോൾ ഈ വചനം ഒരു ദിവസം ഈ മാസ്ക് എടുക്കാൻ നേരത്തെ ആ സഹോദരിയുടെ ദൈവത്തിന് കൽപ്പിട്ട് മോഷ്ടിക്കരുതെന്ന് പ്രസംഗിക്കും, നീ മോഷ്ടിക്കുന്നു. അന്നത് നിർത്തുവാനിടയായി തീർന്നു. സ്തോത്രം. അപ്പം നമ്മുടെ ഔദ്യോഗിക ജീവിതത്തെ ദുരുപയോഗം ചെയ്യാറുണ്ട് പലപ്പോഴും. ഞാനും ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ വചനം വായിച്ചപ്പോഴാണ് മാനസാന്തരം ഉണ്ടായി തുറന്നു പറയുവാനായിട്ട് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അപ്പോൾ പരീശനും ശാസ്ത്രിയേക്കാൾ ഒട്ടും മെച്ചപ്പെട്ടവരല്ല പുറജാതിക്കാരായ നമ്മളാരും. ഇവിടെ റോമാലേഖനം തെളിയിക്കുന്നത് നീതിമാൻ ഒരുത്തൻ പോലും ഇല്ലെന്നുള്ളതാണ്. അതാണ് എൻ്റെ സബ്ജക്റ്റ്. നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം, ചെയ്യേണ്ടെന്നല്ല കർത്താവ് പറയുന്നത്. എല്ലാം ചെയ്യണം. ദാനങ്ങൾ കൊടുക്കണം, ചർച്ച് പണിത് കൊടുക്കണം, സ്ഥലം കൊടുക്കണം, മൈക്ക് മേടിച്ചു കൊടുക്കണം, എല്ലാം ചെയ്യണം. പക്ഷെ നിന്റെ അകത്തെ മാനസാന്തരമാണ് ദൈവം എന്ന് പകൽക്കാലം ഉദ്ദേശിക്കുന്നത്. എൻ്റെ അകത്തെ രൂപാന്തരമാണ്. കാരണം അവൻ ഹോളിയാണ്, അവൻ വിശുദ്ധനാണ്. അവൻ്റെ വിശുദ്ധിയുടെ അടുത്ത് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. അത് തേജസ്സുള്ളതാണ്, അത് സൂര്യനേക്കാൾ വെണ്മയുള്ളതാണ്, പവർഫുള്ളാണ്. അതിൻ്റെ അടുത്ത് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ ദൈവത്തിൻ്റെ വിശുദ്ധിയൊന്നും നമ്മൾ പ്രാപിച്ചിട്ടില്ല. അത് പ്രാപിക്കാൻ പറ്റുന്നതല്ല, അത് പ്രാപിക്കുന്നത് നമ്മൾ നിത്യതയിൽ ചെല്ലുമ്പോഴാണ്. അതിൻ്റെ ഒരു അംശം മാത്രമാണ് നമ്മളെ ഈ ഭൂമിയിൽ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവൻ്റെ ഹോളിനെസ്സിൻ്റെ ഒരു പാർട്ട് അത് പരിശുദ്ധാത്മാ നമ്മുടെ ഹൃദയത്തിൽ തന്നിട്ടുണ്ട്. ഇത് പഠിച്ചാൽ മാത്രമേ നമ്മുടെ പ്രത്യാശ വർദ്ധിക്കത്തുള്ളൂ. എല്ലാവരും പറയും വിശുദ്ധ ദൈവം നയിക്കണം, സ്വർഗത്തിൽ പോകണം. പക്ഷെ ഇത് എങ്ങനെ നടപ്പാക്കുമെന്ന് ആരും പഠിപ്പിക്കുന്നില്ല. എങ്ങനെ നടപ്പാക്കും? എങ്ങനെ ഈ പ്രത്യാശ വർദ്ധിക്കാം? ഈ വക കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കാരണം പാപം നിറഞ്ഞ പാപത്തിൻ്റെ ശക്തിയുള്ള അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ നിമിഷവും നമ്മളെ പാപത്തിലേക്ക് അല്ലെങ്കിൽ ഈ ലോകത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന സാത്താന്യ പവറുകൾ, പൈശാചിക മണ്ഡലങ്ങൾ, പാപത്തിൻ്റെ ശക്തി അത് വലിയതാണ്. സ്തോത്രം. അതാണ് ഗലാത്യലേഖനത്തിൽ ആത്മാവിൻ്റെ ഫലം 9 ആണെങ്കിൽ അതിൻ്റെ മുകളിൽ 15 കൂടെ എപ്പോഴും അതാ കൂടിയിരിക്കുന്നത്. സ്തോത്രം. ഞാൻ ആ ഭാഗം സമയത്തിൻ്റെ ചുരുക്കം ഇവിടെ നിർത്തിയില്ലെങ്കിൽ നമുക്ക് നീതിമാൻ ഒരുത്തം പോലുമില്ല. നമുക്ക് ഇവിടെ ഒരു പൗലോസ് തെളിയിക്കുക, ഒരുത്തൻ നീതിമാനല്ല. ഈ ഭാഗം നിങ്ങൾ ഈ റോമാലേഖനം 1 മുതൽ 3 വരെ നിങ്ങൾ വീട്ടിൽ നിന്ന് വായിക്കണം പ്ലീസ്. ഈ റോമാലേഖനമൊക്കെ നമ്മൾ ദൈവസഭയിൽ പഠിപ്പിക്കുമല്ലോ. റോമാലേഖനം 3:9 ഒന്ന് വായിച്ചാട്ടെ. ആകയാൽ എന്ത്? നമുക്ക് എന്തെങ്കിലും ഒരു വിശേഷത ഉണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യഹൂദനല്ലാത്ത പുറംജാതിക്കാർ, അത് യവനന്മാർ, പുറംജാതികളും ഒരുപോലെ പാപത്തിന് കീഴിലാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. ഇവിടെ തെളിയിക്കാൻ സമയമില്ല. സ്തോത്രം. തെളിയിച്ചാൽ പിലിപ്പച്ചാൻ്റെ ഫെയർവെൽ മുടങ്ങിപ്പോകും. സ്തോത്രം. നീതിമാൻ ഒരുത്തൻ പോലുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്നുമില്ല. നമ്മൾ അന്വേഷിക്കുന്നത് നമ്മളെ തന്നെയാണ്, നമ്മുടെ കാര്യങ്ങളാണ്. നമ്മുടെ ജോലി, നമ്മുടെ ആരോഗ്യം, നമ്മുടെ വീട്, കാറ്, നമ്മുടെ സുഖ സൗകര്യങ്ങൾ അന്വേഷിച്ചിട്ടാണ് നമ്മൾ ആരാധനയ്ക്ക് പോലും നമ്മൾ കടന്നു വരുന്നത്. വാസ്തവമായി ദൈവത്തെ അന്വേഷിക്കുന്ന എത്ര പേരുണ്ട്? അതുകൊണ്ടാണ് ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നോക്കുന്നു.
സ്തോത്രം. ഞാൻ ഈ ഭാഗം ഇടുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ചുരുക്കി പറഞ്ഞ നീതിമാൻ ഒരുത്തൻ പോലുമില്ല. എങ്ങനെ നാം പക്ഷേ എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടത്? നമുക്ക് അതൊന്നുകൂടെ വായിച്ച് പെട്ടെന്ന് അവസാനിപ്പിക്കാം. അതിൻ്റെ 3:20 വായിച്ചാട്ടെ. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടത്തില്ല. അടുത്ത വാക്യം. ന്യായപ്രമാണം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാപത്തിന്റെ പരിജ്ഞാനമാണ് ഓർമ്മപ്പെടുന്നത്. അത് ചെയ്യരുത്, ഇത് അപ്പോഴേ മനസ്സിലായി ഇത് പാപമാണെന്ന്. അതാണ് പാപത്തിന്റെ പരിജ്ഞാനം. ന്യായപ്രമാണം വായിച്ചു നോക്കിയപ്പോഴാണ് യഹൂദന്മാർക്ക് മനസ്സിലാകുന്നത് പാപത്തിന്റെ പരിജ്ഞാനം പാപത്തെ, സിന്നിനെ ഓർപ്പിക്കുന്നതാണ്. ഇത് സിന്നാണ്, ഇത് സിന്നാണ്, ഇത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, പാപമാണ്. അപ്പോഴാണ് ഇത് മനസ്സിലായ പാപം. പക്ഷേ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയും അതിനകത്ത് പഠിപ്പിച്ചില്ല. ആമേൻ. ന്യായം ചെയ്യേണ്ട എങ്ങനെ, കരുണ ചെയ്യേണ്ട എങ്ങനെ, നീതി ചെയ്യേണ്ട എങ്ങനെ, ഇങ്ങനെയുള്ള കോറായ കാര്യങ്ങൾ ശാസ്ത്രിയും പരീശനും വിഴുങ്ങിക്കളഞ്ഞു. കൊതുകിനെ അരിച്ചെടുത്തു, ഒട്ടകത്തെ വിഴുങ്ങിക്കളഞ്ഞു. അതാണ് അവർ പഠിപ്പിച്ചത്. അവരും ചെയ്തില്ല. സ്തോത്രം. എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടത് നമ്മളിവിടെ വായിച്ചുകൊണ്ടിരിക്കുന്നത്? സ്തോത്രം. അടുത്ത 21 പെട്ടെന്ന് വായിക്കാം നമുക്ക്. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി. അപ്പൊ ദൈവത്തിൻ്റെ നീതി നമ്മുടെ മേൽ വന്നത്, നമ്മൾ നീതിമാന്മാരായത് എങ്ങനെയാണെന്നാണ് ഇവിടെ പൗലോസ് തെളിയിക്കുന്നത്. നമ്മുടെ ഒരു പ്രവൃത്തി നീതീകരിക്കപ്പെടത്തില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സ്വർഗത്തിൽ പോകാമെന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. കർത്താവിൻ്റെ നീതി എൻ്റെ മേൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ സ്വർഗത്തിൽ പോകുന്നത്. അതിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യണം. ഞാൻ മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? സ്തോത്രം. ഇത് ഇത്തിരി മനസ്സിലാക്കാൻ പാടാ. ഹല്ലേലൂയ, സ്തോത്രം. ഇത് ഇത്തിരി അകത്ത് കയറാൻ പാടാ. കാരണം നമ്മൾ പഠിച്ചു വെച്ച് നമ്മളിങ്ങനെ എല്ലാ ദിവസവും സഹായകത്തിന് വന്ന് എല്ലാ പ്രേയറിനും പങ്കെടുത്ത് ഇപ്പം തന്യഭാഷയൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് സ്വർഗത്തിൽ ഇതൊക്കെ ചെയ്യേണ്ടെന്നല്ല കർത്താവ് പറയുന്നത്. ഇതല്ല നമ്മളെ രക്ഷയിലേക്ക് നയിക്കുന്നത്. നമ്മളെ രക്ഷയിലേക്ക് നയിക്കുന്നത് ദൈവത്തിൻ്റെ നീതിയാണ്. അതെങ്ങനെയാണ്? സ്തോത്രം. അടുത്ത ഭാഗം. വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള നീതി തന്നെ ന്യായപ്രമാണം കൂടാതെ നമുക്ക് വെളിപ്പെട്ട് വന്നിരിക്കുന്നു. യേശു ക്രിസ്തു പറഞ്ഞു, ന്യായപ്രമാണം ഞാൻ നീക്കാനല്ല വന്നേ. നമ്മുടെ എല്ലാം തെറ്റിദ്ധാരണയുണ്ട്. ന്യായപ്രമാണം നീക്കുമല്ല, ന്യായപ്രമാണത്തിലെ ഖോറായിട്ടുള്ള കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസത്തോടെ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. അല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. ഒരാളെ സ്നേഹിക്കണമെങ്കിൽ ക്രിസ്തു നമ്മുടെ അകത്ത് വരണം. യോസഫ് അങ്ങനെയാണ് സഹോദരന്മാരെ സ്നേഹിച്ചത്. അവനെതിരെ ദോഷം ചെയ്തവരെ, തിന്മ ചെയ്തവരെ സ്നേഹിപ്പാൻ അവൻ്റെ ഉള്ളിൽ യേശുവിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. സ്തോത്രം. അങ്ങനെയാണ് ശത്രുവിനെ സ്നേഹിക്കാനായിട്ട് യോസഫിന് കഴിഞ്ഞത്. അതാണ് കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിലെ ഒരു കൽപ്പന. ഇതെങ്ങനെ നമുക്ക് ചെയ്യാം? അതുകൊണ്ട് പാട്ടുകാരൻ പാടിയ കൽപ്പന കാത്തിടുവാൻ ഞാൻ ഒട്ടും പ്രാപ്തനല്ല. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ആ പാട്ട് പിളർന്നതാം പാറേ, ആ പാട്ട് പാടുമ്പോൾ ആ പാട്ടുകാരൻ വെറുതെ അങ്ങ് പാടുകയല്ല. അവൻ്റെ ഉള്ളിൽ മനസ്സിലായി, ഈ കൽപ്പന എനിക്ക് കാത്തിടുവാനായിട്ട് പറ്റത്തില്ല. അപ്പോഴാ പാട്ട് അദ്ദേഹം എഴുതിയത്. സ്തോത്രം. നമുക്ക് അതായിട്ട് വായിച്ചാട്ടെ വേഗം. ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവരും പാപം ചെയ്ത് ഇത് നിങ്ങൾ സൗജന്യമായി നിങ്ങൾ നീതീകരിച്ചിരിക്കുക. നിങ്ങളുടെ ഒരു പ്രവൃത്തി കൊണ്ടും നിങ്ങൾ നീതീകരിക്കപ്പെടത്തില്ല. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. രാവിലെ എഴുന്നേറ്റ് കർത്താവിന് സ്തോത്രം. കർത്താവേ, നീ എന്നെ നീതീകരിച്ചതിനായി സ്തോത്രം. നിങ്ങൾ വായി തുറന്നത് കൺഫസ് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ നീതി നമ്മുടെ അകത്തേക്ക് കടന്നു വരും. സ്തോത്രം. അപ്പോഴേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ, മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാതിരിക്കാൻ പറ്റത്തുള്ളൂ, മറ്റുള്ളവരെ കുറിച്ച് മറ്റുള്ള നന്മ കാണാൻ പറ്റത്തുള്ളൂ. അതാ യേശുവിൻ്റെ നീതി.
തന്നെ സഹായിക്കുന്നവരെ സഹായിക്കാതെയും തനിക്ക് ദോഷം ചെയ്യുന്നവരെ ദോഷം ചെയ്യാതെയും സകലവും ന്യായമായി വിധിക്കുന്നവയെങ്കിൽ ഭരമേൽപ്പിക്കുക അത്രേ ചെയ്തത്. നമുക്ക് മറ്റുള്ള കുറ്റം പറയാം, സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് ആരെയും കുറ്റം പറയാം, നിങ്ങൾക്ക് എന്നെയും കുറ്റം പറയാം. എന്നാൽ നമ്മൾ നീതീകരിക്കപ്പെട്ടവരാണ്. ദൈവം നീതീകരിച്ചവരെ ആർ കുറ്റം ചുമത്തും? Nobody can blame those who are justified by the blood of Jesus Christ. Hallelujah. ആരെയും നമുക്ക് കുറ്റം പറയുവാനായിട്ട് കഴിയത്തില്ല. നമ്മളെ നീതീകരിച്ച ദൈവമാണ്, അവരെ നീതീകരിച്ചതും ദൈവമാണ്. നമ്മളെല്ലാവരും ഈക്വലാണ്. എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ടും, ഞാനിപ്പോൾ ഇവിടുന്ന് നിങ്ങൾ ആരും വന്നില്ല, ഞാൻ ഈ മൈക്ക് സെറ്റ് എടുത്ത് വെച്ചു, കീബോർഡ് വെച്ചു, എല്ലാം സെറ്റ് ചെയ്തു, പക്ഷെ ഇതുകൊണ്ടല്ല ഞാൻ സ്വർഗത്തിൽ പോകുന്നത്. എൻ്റെ യേശുവിൻ്റെ രക്തത്താലുള്ള നീതീകരണം കൊണ്ടാണ്. ഞാൻ ഇവിടെ പ്രസംഗിച്ചത് കൊണ്ടല്ല, ബൈബിൾ സ്റ്റഡി ചെയ്തുകൊണ്ടല്ല, ആരാധിച്ചുകൊണ്ടല്ല. യേശുവിൻ്റെ രക്തമാണ് എന്നെ സകല പാപം പോക്കി ശുദ്ധി. അതാണ് ഇന്ന് ഇംഗ്ലീഷ് മെസ്സേജിൽ കൂടെ കേട്ട മെസ്സേജ്. ഡെയിലി കഴുകൽ പ്രാപിക്കുന്നു. അങ്ങനെയാണ് നാം ജസ്റ്റിഫൈ ചെയ്യപ്പെടുന്നത്. നമ്മളൊരു നീതി വെച്ചിട്ടുണ്ട്. നമ്മളെങ്ങനെ കമ്പയർ ചെയ്യുന്നേ? മറ്റുള്ളവരുടെ നീതിയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാ? സ്തോത്രം. സമയം പോകുന്നു. ഞാനിപ്പോൾ എൻ്റെ കാര്യം പറയുമ്പോൾ കുഴപ്പമില്ല. അപ്പം ഞാൻ പറയുകയാണ്, ഞാൻ എല്ലാ മീറ്റിങ്ങിനും പങ്കെടുക്കും. ഞാൻ മീൻസ് പ്രയറിലുണ്ട്, സഭായത്തിനുണ്ട്, ബൈബിൾ സ്റ്റഡിയിലുണ്ട്, എല്ലാ മീറ്റിങ്ങിനും ഞാനുണ്ട്. മറ്റവനോ അവൻ വരാറില്ല, അവൻ വല്ലപ്പോഴും വരും. അപ്പം ആരാ നീതിമാൻ? ഞാനാ. സ്തോത്രം. മറ്റവനോ അവൻ ഭാവി. ലൂക്കോസ് സുവിശേഷം 18:9-14 വരെയുള്ള വാക്യങ്ങൾ, ആരാണ് നീതീകരിക്കപ്പെട്ടു പോയത്? ലൂക്കോസ് സുവിശേഷം 18:9-14 വരെയുള്ള വാക്യങ്ങൾ. ചില ആൾക്കാരുടെ ഞങ്ങൾ നീതിമാന്മാർ, നിങ്ങൾ വളരെ മോശം, നിങ്ങൾ പരീശൻ്റെ സ്വഭാവം ഇവിടെ വെളിപ്പെടുത്തുന്നത്. പലപ്പോഴും നമ്മൾ പരീശൻ്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വരാറുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട്. നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുന്നത് മറ്റുള്ളവരെയാണ്. എൻ്റെ നീതി സ്ഥാപിക്കുന്നത് ഞാൻ വേറൊരാളുടെ നീതി വെച്ചിട്ടാണ്. ഞാൻ എല്ലാത്തിലും ഉണ്ട് ഞാൻ. പക്ഷെ അവൻ മാസം ഒരിക്കലാണ് കയറുന്നത്. ഒരു ദിവസം ഇവൻ ദൈവസ്ഥന് നെടുമ്പാടടിച്ചങ്ങ് വീണു. ഞാനിങ്ങനെ പൊങ്ങി കിടക്കുക, ഞാൻ ഭയങ്കര സംഭവമാണെന്നും പറഞ്ഞു. അതാ ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഇവിടെ പരീശനെയും ചുങ്കക്കാരനെയും കർത്താവ് നമുക്കൊന്ന് പറഞ്ഞ് അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കണം. വായിച്ചാട്ടെ, പെട്ടെന്ന് വായിച്ചാട്ടെ. സ്തോത്രം. പരീശൻ അവനെ തന്നെ അങ്ങ് സ്വയം നീതീകരിക്കുകയാണ്. അപ്പം അടുത്തിരിക്കുന്ന ഒരുത്തനെ നോക്കി അവൻ്റെ നീതി പറയുന്നത്. നമ്മളെല്ലാം അങ്ങനെയാണ്. നമ്മളെല്ലാം പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ അങ്ങനെയാണ്. ഞാനും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. സ്തോത്രം. ഞാൻ എന്നെ തന്നെ പറയുമ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ പരീശൻ പറയുകയാണ്, കണ്ടോ അവൻ ഇവനെ പോലെയൊന്നും അല്ല. ഞാൻ ആഴ്ച 2 പ്രാവശ്യം ഉപവസിക്കുന്നു. എനിക്ക് കിട്ടുന്നതിലെല്ലാം ഞാൻ ദശാംശം കൊടുക്കും. പിന്നെ അങ്ങനല്ലേ പറയുന്നേ? താഴ്ചല്ലേ? അയ്യോ, ഞാൻ ഇവനെ പോലെ ഒരു പിടിച്ചുപറിക്കാരനല്ല, കള്ളനല്ല, കൊള്ളക്കാരനല്ല, ഞാൻ മദ്യപിക്കത്തില്ല, പുകവലിക്കത്തില്ല, ഞാൻ വ്യഭിചരിക്കുന്നില്ല, ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഇവനെ പോലെയല്ല, ഇവൻ ഏറ്റവും വൃത്തികെട്ടവനാണ്. അപ്പോൾ ഇവൻ്റെ നീതി ഉയർത്തുക. ആരാ നീതീകരിക്കപ്പെട്ടു പോയേ? ഇപ്പുറത്തുനിന്ന് ചുങ്കക്കാരൻ നിലവിളിക്ക് ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, ചുങ്കക്കാരനെ പോലെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നവനാണ് നീതീകരിക്കപ്പെട്ടു പോകുന്നത്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരു ചുങ്കക്കാരൻ്റെ മനോഭാവമാണ് നമുക്ക് വേണ്ടത് ദൈവത്തോട്. നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ മാറണം, നമ്മുടെ മനോഭാവങ്ങൾ മാറണം. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവസന്നിധിയിൽ, അല്ലെങ്കിൽ രാത്രിയിൽ കിടക്കാൻ പോകുമ്പോൾ ദൈവസന്നിധിയിൽ പറയണം. നമ്മൾ ചുങ്കക്കാരൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് തന്നെ പറയണം. ആ കഴുകലോടുകൂടി നമ്മൾ ആ രാത്രി ഉറങ്ങട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ഞാൻ ഈ ഭാഗങ്ങൾ പെട്ടെന്ന് വിടുന്നു, സമയത്തിൻ്റെ ചുരുക്കം മൂലം. സ്തോത്രം. ഇതൊന്നും വായിക്കുവാനുള്ള താല്പര്യമില്ല, സമയമില്ലാത്തത് കൊണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഒരു ഭാഗം അടുത്ത റോമാലേഖനം, യഹൂദന് എന്താ പറ്റിയെന്നുള്ളതും കൂടെ ചിന്തിച്ച് കൺക്ലൂഡ് ചെയ്യാനായിട്ട്
താല്പര്യപ്പെടുന്നു. റോമാലേഖനം 9 അധ്യായം 30-31 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. പെട്ടെന്ന് സമയങ്ങൾ കടന്നു പോകുന്നുണ്ട്. ആകയാൽ നാം എന്തു പറയണ്ടു? നീതിയെ പിന്തുടരാത്ത ജാതി. ഒരു കാലത്ത് നമുക്കറിയത്തില്ല എന്താ നീതിയെന്ന്. നീതിയെ പിന്തുടരാത്ത പുറജാതിക്കാർ ദൈവത്തിൻ്റെ നീതിയെ പ്രാപിച്ചു. അടുത്ത വാക്യം, വിശ്വാസത്താലുള്ള നീതി തന്നെ. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ അവരാ പ്രമാണത്തിൽ എത്തിയില്ല. എന്തുകൊണ്ടാണ്? അടുത്ത വാക്യം, വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചതുകൊണ്ട് അവർ യേശു ക്രിസ്തുവാകുന്ന ഇടച്ച കല്ലിന്മേൽ തട്ടി വീണുപോയി. കർത്താവ് വെച്ച നീതിയെ അവർക്ക് ചെയ്യാൻ പറ്റിയില്ല. ആ സ്റ്റംബ്ലിംഗ് ബ്ലോക്കായി യേശു അവരുടെ നടുവിലേക്ക് കടന്നു. അവരുടെ നീതി സ്ഥാപിച്ചു. അവരുടെ പ്രവൃത്തി കൊണ്ട് അവർ സ്വർഗത്തിൽ പോകാൻ നോക്കി. കർത്താവ് പറഞ്ഞു, നീ സർപ്പസന്തതികളെ, നരകവിധി ഒഴിഞ്ഞു പോകും. അവർ യേശുവിനെ വിശ്വസിക്കുവാനായിട്ട് പറ്റിയില്ല. അതാണ് അവരുടെ ജീവിതത്തിൽ പറ്റിയ പരാജയം. അതിൻ്റെ റോമർ 10:3-4 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. അവർ ദൈവത്തിൻ്റെ നീതിയെ മനസ്സിലാക്കുവാൻ കഴിയാതെ, ഇന്ന് ദൈവത്തിൻ്റെ നീതി നിന്നെ കൊണ്ട് ഒരു കാലത്തും ഒന്നും ചെയ്ത് നീ സ്വർഗത്തിൽ വരാൻ പറ്റത്തില്ല. എൻ്റെ നീതി എന്ന് വെച്ചാൽ എൻ്റെ ഓമനപുത്രനായ യേശുവിനെ നിനക്കായിട്ട് ഞാൻ കാൽവറിയിൽ തരുന്നു. അവൻ്റെ ജീവൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നു. ഹല്ലേലൂയ. നമ്മൾ ഇതൊക്കെ യേശു മരിച്ചു പാപത്തെ, പക്ഷെ നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ അറിയാതെ പോകുന്നു എന്നുള്ളതാണ് പരമമായ സത്യം. നമുക്കറിയാം യേശു മരിച്ചെന്നും പാപത്തിന് വേണ്ടി വന്നു, പക്ഷെ നമ്മൾ ഏറ്റെടുക്കുന്നില്ല. നമ്മൾ ആപ്ലിക്കേഷൻ നടത്തുന്നില്ല. അതുകൊണ്ടാണ് നീതി വെളിപ്പെടാതെ പോകുന്നത്. സ്തോത്രം. അവിടെ സ്തോത്രം. അതുകൊണ്ട് അതിൻ്റെ 4-ാമത്തെ വാക്യം, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനം. ന്യായപ്രമാണം നോക്കി 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 നടന്നു എന്ന് രക്ഷപ്പെടാമെന്നും പറഞ്ഞ് ഇന്നിപ്പോൾ യേശു അവിടെ ഒന്ന് സ്റ്റംബ്ലിംഗ് ബ്ലോക്കായിട്ട് ഇരിക്കുക. അവിടെ തട്ടി, വാ, നിനക്ക് നീതി വേണോ? നീ എന്നെ വിശ്വസിക്കണം. ഞാൻ നിനക്ക് പകരക്കാരനായിട്ട് വന്നു. റോമാലേഖനം 8:2 വായിക്കാം. നമുക്കൊരു പ്രവൃത്തിയും ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ലല്ലോ. പെട്ടെന്ന് വായിച്ച നമ്മുടെ ജഡത്തിൻ്റെ ബലഹീനത, ഇതൊന്നും നമുക്ക് ചെയ്യുവാൻ നമ്മുടെ ഒരു അവയവത്തിനും സാധ്യമല്ല. നമ്മുടെ അകത്ത് സ്നേഹമെന്ന് പറയുന്ന ഒരു സാധനമില്ല. നമ്മളെല്ലാം അഭിനയിക്കുക. നമ്മളെല്ലാം ഒരു അത്തിയലയൊക്കെ ഇട്ട് നിൽക്കുക. നമ്മുടെ സ്നേഹത്തിൻ്റെ ഒരു കണി പോലും നമ്മുടെ അകത്തില്ല. ഒരു ഹോർമോണും ഇല്ല നമ്മുടെ. സ്തോത്രം. അതിനെപ്പറ്റി പറയണമെന്നുണ്ട്. ഇപ്പം പറഞ്ഞാൽ എനിക്കാണ്ട് അവിടെ 4.57 4 മിനിറ്റ് കൂടെ ഉള്ളൂ. സ്തോത്രം. അവിടെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. വായിച്ചാട്ട് ആ ഭാഗം. ജഡത്താലുള്ള ബലഹീനത്വം ന്യായപ്രമാണത്തിന് കഴിയാത്ത, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി എൻ്റെ ജഡം കൊണ്ട് ചെയ്യുവാൻ പറ്റുന്നതല്ല. നമുക്കൊരിക്കലും സ്വയം പുകഴുവാനായി ഒരു ചാൻസും ഇല്ലെന്നതിൻ്റെ അർത്ഥം. ഒരു ചാൻസും ഇല്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന പറഞ്ഞ, അപ്പാ നിന്റെ നീതി എൻ്റെ മേലുള്ളതുകൊണ്ടാണ്. ഈ മൈക്കെടുത്ത് ഇവിടെ സെറ്റ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞ കേട്ടോ, അപ്പാ നിന്റെ നീതി എൻ്റെ മേലുള്ളത് കൊണ്ടാണ്. 1000 തരം സ്തോത്രാഴ്ച കൊടുത്താൽ, 2000 തരം സ്തോത്രാഴ്ച കൊടുത്താൽ എൻ്റെ കഴിവല്ല, അപ്പാ നിന്റെ നീതിയാണ്. സ്തോത്രം. ഞാൻ എന്തു ചെയ്യുന്നുവോ എൻ്റെ ജഡമൽ എൻ്റെ അകത്ത് യേശുവിൻ്റെ നീതി ഉള്ളതുകൊണ്ട്. അതാ വിശ്വസിക്കണ്ടേ. ഹല്ലേലൂയ. സ്തോത്രം. അടുത്ത ഭാഗം. ഓക്കെ നമുക്ക് സ്തോത്രം. അതിൻ്റെ റോമാലേഖനം 6-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിക്കാം. നമ്മൾ ഒരു കാര്യം കൂടെ
ഞാൻ ഈ ഒന്നുകൊണ്ട് വാക്കോട് വായിച്ചു ഇവിടെ നിർത്താൻ പോകുന്നു. സ്തോത്രം. 3 മിനിറ്റ് ഇവിടെ ഉണ്ട്. ഒരു സെക്കൻഡ്, അത് പറയുന്നതിന് മുമ്പായിട്ട് ഫിലിപ്പിയ ലേഖനം 3:9 ഒന്ന് വായിച്ചാട്ടെ. പൗലോസ് പറയുകയാണ്, എനിക്ക് എൻ്റെ ഒറ്റ എയിമേ ഉള്ളൂ, യേശുവിനെ നേടുക. നമ്മുടെ എയിമും അതായിരിക്കട്ടെ. യേശുവിനെ നേടണം. നമ്മൾ യേശുവിനെ നേടാതെ നമ്മൾ ഇവിടുന്ന് പോകരുത്. യേശുവിനെ നേടേണ്ടതിനും. അപ്പോൾ പൗലോസ് പറയുകയാണ്, ന്യായപ്രമാണം നോക്കിയാൽ ഞാൻ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു, പക്ഷേ എനിക്ക് അതിനകത്തുള്ള ഒരു നീതി എനിക്ക് കിട്ടാൻ പോകുന്നില്ല. ന്യായപ്രമാണത്തുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തു യേശുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിരിക്കുക. യേശുവിലിരിക്കുക എന്ന് പറയുന്നത് യേശുവിൻ്റെ നീതി നമുക്ക് ലഭിച്ച് അവനിരിക്കുക. നമ്മൾ പറയേണ്ടത്, കർത്താവേ നിൻ്റെ നീതിയിലാണ് ഞാൻ ഇന്ന് പകൽക്കാലം നിൽക്കുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറയുന്നത് എൻ്റെ ബുദ്ധിയോ ജ്ഞാനവുമല്ല, കർത്താവിൻ്റെ നീതിയാണ്. എല്ലാം കർത്താവിൻ്റെ നീതിയാണ്. നിങ്ങൾ അതൊന്ന്, നമ്മളെല്ലാവരും ഈ ദിവസങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യണം. എൻ്റെ ദൈവത്തിൻ്റെ ഇതെന്തുകൊണ്ട് ഞാനിത് പ്രസംഗം വെച്ചാൽ, നമ്മൾ ആ ലെവലിലേക്ക് നമ്മൾ വരണം. നമ്മളെല്ലാവരെയും കുറിച്ച് ദൈവം അത് ആഗ്രഹിക്കുന്നു. നമ്മളെന്താ ചെയ്യണ്ടേ? നമ്മളെ ഡെഡിക്കേറ്റ് ചെയ്യണം. അത് വായിച്ചാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. റോമാലേഖനം 6-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ മറ്റൊരാൾ അതിൻ്റെ 19 മുതൽ 22 വാക്യങ്ങൾ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു കാലത്ത് നമ്മുടെ ഓർഗനുകളെല്ലാം പാപത്തിന് അടിമപ്പെട്ട് കിടന്നതാണ്. നമ്മൾ യേശുവിനെ അറിയുന്നതിന് മുമ്പ് അത് ലോകത്തിൻ്റെ മ്ലേച്ഛതകൾ, മറ്റുള്ള പാപ സ്വഭാവങ്ങൾക്ക് നമ്മുടെ അവയവങ്ങൾ അടിമപ്പെട്ട് കിടന്നു. അതെന്തു ആയിക്കോട്ടെ, അതിനെപ്പറ്റി വിവരിക്കേണ്ട കാര്യമില്ല. അടുത്ത ഭാഗം, നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുക. അതൊക്കെ നമ്മൾ ഈ ദിവസങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മരണം അനുഭവിക്കുക. മരിച്ചാലേ ജീവനുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ ഗലാത്യർ 2:20 ഞാനോ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എനിക്ക് വേണ്ടി മരിച്ച, തന്നെ എനിക്ക് ഏൽപ്പിച്ചു യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ അത്രേ. അവിടെ അതിൻ്റെ 13-14 വായിച്ചെന്ന് തോന്നുന്നു അല്ലേ? സ്തോത്രം. നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കണം. നമ്മൾ രാവിലെ എഴുന്നേറ്റ് പറയണം, കർത്താവേ എൻ്റെ കണ്ണുകൾ അങ്ങയുടെ കണ്ണുകളായി തീരട്ടെ. നമുക്ക് അങ്ങ് പ്രാർത്ഥിക്കണം. നമ്മൾ ഈ ജോലിയും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അതൊക്കെ ദൈവം തരുമെന്ന് ഞാൻ വിശ്വസിക്കും. എല്ലാ കാര്യങ്ങളും ദൈവം തരും. ഇറ്റ് ഷാൽ ബി ആഡഡ് ടു യു. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോട് ഇതൊക്കെ നമുക്ക് ലഭിക്കും. നമ്മൾ ദൈവം കരുണാമയനാണ് അല്ലേ? കർത്താവ്, നമ്മൾ രാവിലെ എഴുന്നേക്ക് പറയണം, കർത്താവേ എൻ്റെ കണ്ണ് കാണാത്തതിലേ അല്ലെങ്കിൽ ഒന്നും കാണരുത്. എൻ്റെ കണ്ണുകളെ അങ്ങയുടെ രക്തത്തിൽ മറയ്ക്കുന്നു. എൻ്റെ ചെവിയെ അങ്ങയുടെ ചെവിയായി തീരട്ടെ. അതാണ് അവയവങ്ങളെ സമർപ്പിക്കുക എന്ന് പറയുന്നത്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച അന്നത്തെ ദിവസം നമുക്കൊരു ഹോളി ലൈഫ് ജീവിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ പിന്നെയും ശങ്കരൻ തെങ്ങേല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അവസ്ഥ. നമ്മുടെ ചെവിയെ വേണ്ടാത്തത് കേൾക്കണ്ടെന്നേ. ഇതെൻ്റെ ആത്മീയത്തെ ബാധിക്കുന്ന, എൻ്റെ ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കാത്ത ഒരു കാര്യവും നിങ്ങൾ കേൾക്കാൻ പോകരുത്. എൻ്റെ ചെവി കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ കൈകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രവർത്തികൾ, എൻ്റെ കാലുകൾ, എൻ്റെ നടപ്പ്. അതുകൊണ്ടാണ് മോശ സ്തോത്രം അല്ലെങ്കിൽ ആട്ടുകൊറ്റനാണ് പശുക്കിടാങ്ങനെ രക്തമെടുത്ത് ചെവിയിൽ പുരട്ടി. ആ ചെവിയിൽ യാതൊന്നും കേൾക്കാൻ പാടില്ല. അവൻ്റെ പെരുവിരലിൽ രക്തം തളിച്ചു. കൈകളുടെ പ്രവർത്തികൾ, കാല് പെരുവിരലിൽ തളിച്ചു. ഇതെല്ലാം നിഴലായി നിൽക്കുമ്പോൾ എൻ്റെ ആപ്ലിക്കേഷനാണ് പുതിയ നിയമം കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. അവൻ്റെ രക്തമാണ് നമ്മുടെ മേൽ പതിയേണ്ടത്, നമ്മുടെ മേൽ കഴുകി ശുദ്ധീകരിക്കേണ്ടത്, നമ്മുടെ അവയവങ്ങളെ സമർപ്പിക്കുക. സ്തോത്രം. അതിൻ്റെ 19-22 വാക്കോടെ വായിച്ചിട്ട് നമുക്ക് ജഡത്തിൻ്റെ ബലഹീനത മാനുഷ്യ രീതി പറഞ്ഞു. നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് ഒരാളെ നമ്മുടെ ശത്രുവിനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മളെങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയാമോ? കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. കർത്താവ് നമ്മളെ സ്നേഹിച്ചെങ്ങനെ? നമ്മുടെ ഒരു കഴിവോ മിടുക, എൻ്റെ സമയം കഴിഞ്ഞു,
സ്തോത്രം. ഈ അധിക പ്രസംഗം നടത്തുന്നത് ഹല്ലേലൂയ. എൻ്റെ കഴിവോ മിടുക്കോ ഒന്നും കൊണ്ടല്ല കർത്താവിനെ സ്നേഹിക്കുക. കർത്താവ് നോക്കി ഇവനെ പോലെ വൃത്തികെട്ടവൻ ലോകത്തിലില്ല. അത്ര ഒരു സ്തുപ്പിടിനെയാണ് ദൈവം സ്നേഹിച്ചത്. അതുപോലെ മറ്റുള്ളവരെയും സ്നേഹിക്കണമെങ്കിൽ നമ്മുടെ ജഡം കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞേ, ആമേ ജഡത്താലുള്ള ബലഹീന നിമിത്തം വായിച്ചോ, ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത, ഒന്നുകൂടെ അത് എടുത്തു പറയുന്നു. ഒരു കാലത്ത് നമ്മൾ അങ്ങനെയായിരുന്നു. നമ്മുടെ അവയവങ്ങളിൽ മുഴുവൻ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു, പാപം വാണിരുന്നു, പിശാചിന്റെ അടിമത്തത്തിലായിരുന്നു. അടുത്ത വാക്യം, ഇപ്പോഴോ നിങ്ങളുടെ അവയവങ്ങളെ, നിങ്ങളുടെ ഓർഗനുകളെ, നമ്മൾ പ്രിയമുള്ളവരെ ഡെയിലി മരുന്ന് കഴിക്കുന്ന പോലെ കഴിക്കണം. എന്നാലേ നമുക്കൊരു കർത്താവ് ഉദ്ദേശിച്ച് വിശുദ്ധിയും നയിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിന്, നീതിക്കായി, നീതിയുടെ അടിമത്വത്തിലേക്ക് നമ്മൾ സമർപ്പിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ എന്താ നമുക്ക് കിട്ടുന്ന? അടുത്ത വാക്യം, ഓക്കെ. നീതി, അന്ന് നീതിയെക്കുറിച്ച് നമുക്കില്ല, അതിൽ നമ്മൾ ഫ്രീ ആയിരുന്നു. ഇപ്പം അങ്ങനെയല്ല. അടുത്ത വാക്യം, അന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഫലമുണ്ടായിരുന്നോ? നമ്മൾ ഫലം കായ്ക്കണം. കർത്താവിന്റെ ദിവസങ്ങളിൽ നമ്മളെ പ്രീച്ച് ചെയ്യുന്നതാണ്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫലം കായ്ക്കണം. നമുക്ക് ഫലം കായ്ക്കാൻ പറ്റുന്നുണ്ടോ? പറ്റണമെങ്കിൽ നമ്മുടെ അവയവങ്ങളെ നീതിയുടെ ആയുധമായി ഡെഡിക്കേറ്റ് ചെയ്യണം. കർത്താവിൻ്റെ രക്തത്തിൽ മറച്ചുകൊണ്ട് അവൻ്റെ വിശുദ്ധി നിൽക്കണമെങ്കിൽ, അവൻ്റെ വിശുദ്ധി നയിക്കണമെങ്കിൽ നമ്മുടെ അവയവങ്ങളെ, ഓർഗനുകളെ കർത്താവിന് ഡെയിലി ഒരു മരുന്ന് കഴിക്കുന്നത് പോലെ നമ്മൾ സമർപ്പിച്ചുകൊണ്ടേയിരിക്കണം. അടുത്ത ഭാഗം പറയുന്നു, ഇപ്പോൾ നമുക്ക് ലജ്ജ തോന്നുന്നത് അത് ഒരു കാലത്ത് നമ്മളുടെ അവയവങ്ങൾ പാപത്തിൻ്റെ അടിമത്വത്തിൽ നമ്മുടെ അവയവങ്ങളായിരുന്നു. അതിൻ്റെ ഫലം നമുക്ക് മരണമായിരുന്നു. ഇപ്പോഴോ നമ്മുടെ അവയവങ്ങളെ നീതിക്കും ആമേൻ വിശുദ്ധീകരണത്തിനുമായി സമർപ്പിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഫലം എന്താണ്? ആമേൻ, നമ്മുടെ നീതീകരണവും അതിൻ്റെ എൻഡ് നിത്യജീവനുമാണ്. അങ്ങനെയാണ് നമ്മൾ സ്വർഗ്ഗരാജ്യത്തിൽ എത്തിച്ചേരുന്നത്. ഒരു പ്രവൃത്തികളും കൊണ്ടല്ല. നമുക്ക് പരിശുദ്ധ ശാസ്ത്രിയുടെ നീതിയെ നമ്മുടെ ജനം കൊണ്ട് ഓവർകം ചെയ്യാൻ പറ്റത്തില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഓവർകം ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഓരോ അവയവങ്ങളെയും കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ, ഒരു മരുന്ന് കഴിക്കുന്ന പോലെ ദിനം പ്രതി എക്സർസൈസ് ചെയ്യുവാൻ, ഒരു സ്പിരിച്വൽ എക്സർസൈസ് നമ്മൾ ചെയ്താൽ നമുക്ക് എല്ലാത്തിനെയും ഓവർകം ചെയ്യുവാനുള്ള കൃപ നമ്മുടെ മേൽ ദൈവം പകരും. അതിൻ്റെ എൻഡെന്ന് പറയുന്നത് എറ്റേണൽ ലൈഫാണ്, സ്വർഗരാജ്യമാണ്, കർത്താവുള്ള വാസമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ.